ഓഹോ, ഇവനാണോ? ഈ ശൈലുവിനെ കണ്ടിട്ട് കൊച്ചു കുട്ടികള് മുതല് മുതുക്കന്മാര് വരെ ആരായാലും തുള്ളിക്കളിക്കും. ഇവൻ എന്ത് കണക്കി വരാനാ? ഇവനത് എവിടുന്ന് വരുന്നടാ? ഒരു തരത്തില് റിയാക്ട് ആവുന്നില്ലല്ലോ. ഈ ശൈലു ഇത്രത്തോളം താഴെ ഇറങ്ങി വന്നിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. പൊട്ടൻ. ഹലോ. അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യാ? ഇവനിപ്പം എന്നെ നോക്കാതെ ഇരിക്കുകയാണെങ്കില് ആ വലിയ മല്ലിയുടെയും കൊച്ചു മല്ലിയുടെയും മുന്നില് എന്റെ മുഴുവൻ മാനവും കപ്പല് കേറി പോകുമല്ലോ. നന്ദീശ, കൊച്ചുമുതലാളി, നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ചേട്ടൻ ഒരു കില്ലാടിയാണ്, വലിയ പവർഫുള്ളുമാണ്. എപ്പോഴും എന്തോ നേടുന്ന കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയോ? അത് ഒരിക്കൽ ഞാൻ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതാ, ഞാൻ എന്തോ ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അതെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ വലിയ എന്തോ ശക്തി ലഭിക്കുന്ന പറഞ്ഞ. സത്യമാണോ അത്? അയ്യോ, ഞാൻ ഈ വീട്ടിലെ വെറും ജോലിക്കാരനാണ്. മുതലാളി വലിയ ആളാണ്. അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ എന്നോട് പറയുന്നു? നന്ദീശ, നന്ദീശ, ഇവിടെ ആരും ഒന്നും അറിഞ്ഞില്ലെങ്കിലും നീ അറിയാതിരിക്കില്ല. അതെന്താന്ന് വെച്ചാ, ചേട്ടന്റെ ഒരു ഡയറി പോലെയാണ് നീ. നിഴല് പോലെയെന്നോ പ്രതിബിംബം പോലെയെന്നൊക്കെ പറയാം. എല്ലാ കാര്യങ്ങളും നിന്നോട് പറയുമെന്ന് എനിക്കറിയാം. അവൻ എവിടെ പോയാലും നിന്നെയും കൊണ്ടുപോകുമായിരുന്നല്ലോ. മാത്രമല്ല, നീയാണെങ്കി എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അറിയാവുന്നതൊക്കെ പറ. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ അനിയനാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ ആ കാര്യം എന്നോട് തുറന്നു പറയുന്നില്ലെങ്കിൽ അവനത് മറ്റാരോടും തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. ശരി, അത് വിട്ടേക്ക്. പിന്നെ ശിവാനി മരിച്ച കാര്യം നീയാ കൺഫേം ചെയ്തെന്നറിഞ്ഞേ, ശരിയാണോ? അതെ, ഞാൻ തന്നെ അവിടെ പോയി നോക്കിയിരുന്നു. അവളുടെ ശരീരം ചുട്ട് ഭസ്മം പോലെ ആയി കഴിഞ്ഞിരുന്നു. എവിടെ? നമ്മുടെ എസ്റ്റേറ്റിന്റെ അടുത്തൊരു കാടുണ്ടല്ലോ, ആ കാടിന്റെ അകത്ത്. ശരി, എന്നാ നീ പോയിക്കോളൂ. ശരി കൊച്ചുമലയാളി. അതെ, ഇങ്ങോട്ട് നോക്കണേ. ഞാൻ ഫേമസ് ഡ്രാമ ആർട്ടിസ്റ്റാ. ശൈലു എന്ന പേര്. ശൈലു എന്ന സ്റ്റൈല്, സ്റ്റൈൽ എന്ന ശൈലു. ഒരു തവണ കണ്ടു കഴിഞ്ഞാ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന മുഖമാ എന്റേത്. സർ, തിരിഞ്ഞു നോക്ക് സർ. എന്റെ ചേച്ചി എങ്ങനെയുണ്ട്? എക്സ്ക്യൂസ് മീ, അതെ, ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേ. യു സീ മൈ ഫേസ്. അത്രേ ഉള്ളൂ. എല്ലാം മറന്നു പോയിക്കോളൂ. ഓ, സ്പീക്കർ പൊട്ടിപ്പോയതാണെന്ന് തോന്നുന്നു. അല്ല, ഇവൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ? മോസ്റ്റ്ലി മരിച്ചതുപോലെ ജീവിച്ചിരിക്കായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്നെ ഒന്ന് നോക്കാത്തത്. സർ, പ്ലീസ് സർ, എന്നെ ഒരേ ഒരു തവണയെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കൂ സർ.
എടാ തിരിഞ്ഞൊന്ന് നോക്കടാ. എക്സ്ക്യൂസ് മീ സർ, ഞാന് ഫേമസ് ഡ്രാമ ആർട്ടിസ്റ്റ് ആണ് സർ. നിങ്ങൾ എങ്ങാനും എന്റെ മുഖത്തൊന്ന് നോക്കാതിരുന്ന അതെനിക്ക് വലിയ അപമാനമായി പോകും സർ. പ്ലീസ് പ്ലീസ് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ നിക്കല്ലേ. പ്ലീസ് എന്നൊന്ന് വെറുതെ വിട്. ഓ എനിക്ക് മനസ്സിലായി സർ. നിങ്ങൾ എങ്ങാനും എന്നെ കണ്ടു കഴിഞ്ഞാ നിങ്ങളുടെ മനസ്സിലുള്ള പെണ്ണിനെ വിട്ടിട്ട് എന്റെ പുറകെ എങ്ങാനും വരുമെന്നുള്ള പേടിയല്ലേ നിങ്ങക്ക്? ആ മനസ്സിലായി മനസ്സിലായി. എന്തെങ്കിലും ഉടനെ ചെയ്യണല്ലോ, എന്തെങ്കിലും ചെയ്യണല്ലോ ഈശ്വര. സർ ദയവ് ചെയ്ത് എന്റെ വാക്ക് കേക്ക് സർ. ഇന്ന് 7 മണിക്ക് ഈ നാട്ടിൽ തന്നെ ഞങ്ങളുടെ നാടകമുണ്ട് സർ. ഞങ്ങള് ഈ നാട്ടിൽ തന്നെ സ്റ്റേജ് ഇടുന്നുണ്ട് സർ. നോക്ക്, നിങ്ങൾ വന്നേ മതിയാകൂ സർ. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ നാടകമേ കളിക്കില്ല സർ. എന്നെ വിശ്വസിച്ച് ഒരു വലിയ നീണ്ട നിരയുള്ള കലാകാരന്മാരുണ്ട് സർ. അങ്ങ് വന്നില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ വയറ്റ് തടിക്കുന്നത് പോലെയാണ് സാർ. അങ്ങ് വരില്ലെന്ന് മാത്രം പറയല്ലേ സാർ. കൈ തൊഴുത് ഞാൻ പറയാം സാർ. ശരി, ഞാൻ സമ്മതിച്ചു. മനുഷ്യൻ ഇങ്ങനെ വെറുപ്പിക്കല്ലേ. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വരില്ലെന്ന് തോന്നുന്നു. ഉറപ്പായും വരണേ സാർ. പ്ലീസ് സാർ, വന്നേ പറ്റൂ സാർ. പ്ലീസ് സാർ, വരണം സാർ. ശരി, ഞാൻ വരാൻ. പോയിക്കോ. താങ്ക് യു സാർ. ഈ ഷൈന നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും സാർ. ഉറപ്പായും വരണേ 7 മണിക്ക് കറക്റ്റ് ആയിട്ട്. ഉറപ്പായും വരണേ 7 മണിക്ക് കറക്റ്റ് ആയിട്ട്. എല്ലാം എന്റെ തോന്നൽ മാത്രമാ. ശിവാനിയുടെ ശബ്ദം കേട്ടതുപോലെ തോന്നി. ഇപ്പൊ ആര് സംസാരിച്ചാലും ശിവാനിയുടെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നുന്നു. എന്താണ് നിന്റെ ഉദ്ദേശം? എന്ത്? നിന്റെ മകൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ അസ്ഥി എടുത്തോണ്ട് പോയിരിക്കല്ലേ? അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാതെ നീ ഇവിടെ അലസനായിട്ടിരിക്കുന്നത് എന്താണ് ദിഗ്വിജയ? പിന്നെ ഞാനെന്ത് ചെയ്യണമെന്നാ? അവൻ പോയത് എങ്ങോട്ടാന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടാതിരിക്കുക. നിന്റെ മകൻ പോയിരിക്കുന്നത് അസ്ഥികൾ ഒഴുക്കുവാൻ വേണ്ടിയല്ലേ? ഈ പ്രദേശത്ത് അസ്ഥികൾ ഒഴുക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാരാരെല്ലാം എന്ന് അന്വേഷിക്കുക. അവിടെ എവിടെയെങ്കിലും അവൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അവനെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ എന്നെ അറിയിക്കൂ. അവനെ എന്റെ മുന്നിൽ കിട്ടിയാൽ അവനെ എങ്ങനെ വശീകരിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നോക്ക്, അവൻ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞാ പോയെ. വീണ്ടും അവന്റെ മുന്നിൽ പോയി ഇതേ കാര്യം പറഞ്ഞാ അവന് നമ്മുടെ മേൽ സംശയം തോന്നാൻ അത് മതി. തെറ്റാണ് നീ ചെയ്യുന്നത് ദിഗ്വിജയ. ഞാൻ ആവശ്യപ്പെട്ട കാര്യം നടത്തി തന്നില്ലെങ്കിൽ അറിയാലോ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ? നിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ കാണുമ്പോ എനിക്ക് നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനുമായിട്ട് അവന്റെ കല്യാണം നടത്താത്തതിൽ നിനക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. നടന്നില്ലെങ്കിൽ നിനക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാവില്ല ദിഗ്വിജയ. നിന്റെ വീട്ടുകാരായിരിക്കും ഇതിന്റെ കഷ്ടതകൾ അനുഭവിക്കുക. അതെ, നോക്ക്, വെറുതെ ഓരോന്ന് പറയരുത്. ഈ കല്യാണം നടക്കാതെ പോയതില് എനിക്കും വിഷമമുണ്ട്. പക്ഷെ ഞാനും അതെന്റെ മുഖത്ത് വരുത്തിക്കൊണ്ട് നടന്നു കഴിഞ്ഞാ ഈ കല്യാണം നടക്കാനുള്ള പ്ലാനൊക്കെ ചെയ്തത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചോണ്ട് എന്റെ വീട്ടുകാരും എന്നെ സംശയിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ശക്തി എന്താണെന്ന് നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ദിഗ്വിജയ. ഞങ്ങൾ ഒരിക്കൽ അത് പ്രയോഗിച്ചാൽ പിന്നെ നീ പശ്ചാത്തപിക്കേണ്ടി വരും. എന്തൊരു കഷ്ടം. അവൾക്ക് നാഗമാണിക്യം വേണം, ഇവൾക്കാണെങ്കിൽ എന്റെ മകനെയും വേണം. ഇവൾ എന്റെ വീട്ടുകാരുടെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇവളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണം. പക്ഷേ അതിനെന്താണൊരു വഴി?
എടി മുത്തുമണി, പറയടി തങ്കമണി, നമ്മുടെ ശൈലു ആരെയോ പേടിപ്പിച്ച് നാടകത്തിന് കൊണ്ടുവരുമെന്ന് കേട്ടല്ലോ. അവൻ വന്നോ? അവനോ? അവൻ അന്ന് അവളുടെ മുഖത്തോ കേട്ടില്ല, പിന്നെ നാടകം കാണാൻ വരുന്നേ. ശൈലു, നീ ഇതുവരെ റെഡിയായില്ലേ? എല്ലാവരും നീ എവിടെന്ന് ചോദിക്കുന്നു. ഈ സീൻ കഴിഞ്ഞാൽ ഉടനെ നിന്റെ സീനാ. എടാ പക്രു, അവൻ വന്നോന്നൊന്ന് പോയി നോക്കിട്ട് വാ. ഇവിടെ ഇപ്പൊ 1000 പേരുണ്ട്, എന്നിട്ട് നീ ഒരാളെയാണോ അന്വേഷിക്കുന്നത്? എടാ പൊട്ടാ, പോയി നോക്കിട്ട് വാ. അവൻ വന്നിട്ടുണ്ടോ ഇല്ലയോന്ന് വേഗം. അവനൊന്ന് ചേച്ചിന്റെ മുഖത്തോലും നോക്കിയില്ല, പിന്നെയാ നാടകം കാണാൻ വരുന്നത്. ഏയ്, ഒന്ന് തുടങ്ങോ? എത്ര നേരമായി? തുടങ്ങാൻ പോവാ. അയ്യോ, അവൻ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിലൊന്നും കാണുന്നില്ലല്ലോ. ഓ മൈ ഗാഡ്. ചേച്ചി ചേച്ചി അവൻ വന്നിട്ടുണ്ടല്ലേ? അവിടെ മുൻനിരയില് തന്നെ വന്നിരിപ്പുണ്ടല്ലേ? അതെ, അവൻ മുന്നിലും ഇല്ല പുറകിലും ഇല്ല, അവൻ വന്നേ ഇല്ല ചേച്ചി. ചേടാ, ഇവൻ വന്നില്ലേ? ശൈലു മോളെ, എന്താ ഇത്? ഷോയ്ക്ക് സമയമായാലും ഇതുവരെ റെഡിയായില്ലേ? ഇല്ല മാവ, അവൻ വരാതെ ഈ ശൈലു റെഡിയാവില്ല. കൊള്ളാമല്ലോ, സകല വായി നോക്കിയാലും നമ്മൾ വരുന്നതിന് മുമ്പേ കയറി ഇരിപ്പുണ്ടല്ലോ. അതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ലെന്നേ, നമുക്ക് മുമ്പിൽ തന്നെ പോയിരിക്കാമല്ലോ. അതെ, ഇവിടെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാതെ എണീറ്റ് പുറകിലോട്ട് പോ. അപ്പം പുറകോട്ടെ എനിക്ക് ഇവിടെ നിന്ന് പെറ്റി വായിക്കണമെങ്കിലേ പുറകിൽ പോയിരുന്നു വായിക്കാൻ മതി. വായിക്കട്ടെ. അവരവിടെ ഇരുന്നോട്ടേന്നേ, നമുക്ക് ആ പുറകോട്ടെങ്ങാനും പോയിരിക്കാം. അതെ, ഇവിടെ ഇരിക്കാതെ എണീറ്റ് പുറകിലോട്ട് പോ. എന്ത് കാര്യത്തിനാണോ താനീ കവറെടുത്ത് കയ്യെ കെട്ടി വെച്ചിരിക്കുന്നത്? ഷൈലു കൊച്ചു തൊട്ട കൈയായത്, അതുകൊണ്ടാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ആഹാരം എങ്ങനെ കഴിക്കും? അത് ഞാൻ അടുത്ത കൈ കൊണ്ട് കഴിക്കും. അയ്യോ, ഇത് വല്ലാത്ത കഷ്ടമായി പോയി നിന്റെ കാര്യം. എന്തെങ്കിലും ആട്ടെ. ശൈലു മോളെ, എന്താ ഇത്? ഷോയ്ക്ക് സമയമായാലും ഇതുവരെ റെഡിയായില്ലേ? ഇല്ല മാവ, അവൻ വരാതെ ഈ ശൈലുവും വരില്ല. നീ ഇതെന്തൊക്കെ പറയുന്ന മോളെ? ആര് വരുന്ന കാര്യം മോളി പറയുന്നേ? ആരോ ഒരാൾ റിഹേഴ്സൽ സമയത്ത് വന്നിരുന്നു. ഇവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലത്രേ. എന്നിട്ടും ഇവളെ തന്നെ പോയി വിളിച്ചിട്ടും ഇന്നവൻ നാടകം കാണാൻ പോലും വന്നില്ല. അതുകൊണ്ട് ഇവള് നാടകം കളിക്കില്ലെന്നാ പറയുന്നത്. എന്തൊരു വാശി മോളേത്! ഒരു നാടകം നടത്താൻ എത്ര കഷ്ടപ്പാടുണ്ടെന്നറിയോ? ഇത്ര ആളുകളെ കൂട്ടാൻ എത്ര ബുദ്ധിമുട്ട് സഹിച്ചു കാണുമെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഇനി ആളുകൾ ഇങ്ങനെ സഹിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയ്ക്ക് വാശി ഒരിക്കലും പാടില്ല മോളെ. അത്രയും ആളുകൾ എന്നെ കാത്തിരിക്കുമായിരിക്കും. എന്നാൽ ഈ ശൈലു അവന് വേണ്ടി കാത്തിരിക്കുക. അവൻ വരാതെ ഞാൻ സ്റ്റേജിൽ കയറില്ല. അല്ല മോളെ ശൈലു, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവൻ ആരോ എന്തോ. അവൻ വരും, അവൻ ഉറപ്പായും വരും. അവൻ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. ശിവാനെ കത്തിച്ച സ്ഥലത്തേക്ക് ഇവരെന്തിനാ വന്നത്? അതും ഈ നേരത്ത്? നാഗറാണിയെ ഇവിടെ ഇട്ടാണ് കത്തിച്ചതെങ്കിൽ നാഗമാണിക്യവും ഇവിടെ തന്നെ കാണേണ്ടതാണ്.
ഇവിടെ ഇട്ടാണ് ദേഹം കത്തിച്ചതെങ്കിൽ ആ നാഗമാണിക്യം ഇവിടെ തന്നെ കാണേണ്ടതല്ലേ? എവിടെ പോയത്? എവിടെ പോകാനാണ് സാധ്യത? എന്താണ് തേടുന്നത്? നാഗമാണിക്യം. എന്ത്? നാഗമാണിക്യം ഇവിടെ ഉണ്ടെന്നോ? അതെ, ഇതാണ് നാഗറാണിയെ കത്തിച്ച സ്ഥലം. അവളുടെ വയറ്റിൽ നാഗമാണിക്യം ഉണ്ടായിരുന്നു. അവളെ കത്തിച്ചു കളഞ്ഞ സ്ഥലം ഇതാവുമ്പോ ആ നാഗമാണിക്യവും ഇവിടെ തന്നെ ഉണ്ടാകേണ്ടതല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തെരഞ്ഞത്. ഈ സമയത്ത് ഈ ചുടുകാട്ടിൽ വന്നിട്ട് എന്താണ് ഇവിടെ തേടി നടക്കുന്നത്? ഇവരെന്തൊക്കെയായി പറയുന്നതെന്ന് എനിക്കിട്ട് മനസ്സിലാകുന്നില്ല. കേട്ടിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കാം. അപ്പോ നീ ശരിക്കും ഇവിടെ നാഗമാണിക്യം തേടി വന്നതോ അതോ? അതെ, നാഗമാണിക്യം തേടിയാണ് ഞാനിവിടെ വന്നത്. അല്ലാതെ ഈ പാതിരാത്രിക്ക് നാഗറാണിയെ കത്തിച്ച സ്ഥലത്ത് നാഗമാണിക്യം തേടാനല്ലാതെ അവളുടെ തലയോട്ടി തേടാനൊന്നുമല്ല വന്നത്. വിശ്വസിക്കില്ല. ഞാൻ നിന്നോട് കല്യാണം നടത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നീ കളിക്കുന്ന നാടകമല്ലെന്ന് ആര് കണ്ടു? ഇത്തരം സംശയത്തിന്റെ ആവശ്യമില്ല. ഞാൻ വന്നത് നാഗമാണിക്യം തേടിയാണ്. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് അന്വേഷിക്കുന്നത്. ആ നാഗമാണിക്യം കിട്ടിക്കഴിഞ്ഞാ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കും പാലിക്കാനാകും. അത് മാത്രമല്ല, നാഗമാണിക്യം കിട്ടിയാൽ മാത്രമേ ആ നാഗറാണി ചത്തു ഭസ്മമായി എന്ന് ഉറപ്പിക്കാനും സാധിക്കൂ. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണവും നടക്കാൻ പോകുന്നില്ല. അവള് മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? നിന്റെ മകൻ അവളുടെ അസ്ഥിയിൽ സ്പർശിച്ച ആ നിമിഷം ഞാൻ അവന്റെ മേൽ പ്രയോഗിച്ചിരുന്ന സമോഹിനി ശക്തി നിഷ്പ്രഭമായി പോയി. അതുകൊണ്ടാണ് അവളുടെ ഓർമ്മകൾ തിരിച്ചു വന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു പോയത്. ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ അവൾ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന്? നടക്ക്, നമുക്ക് പോകാം. എന്താ ഇത്? ഇവർ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. ശിവാനിയെ കത്തിച്ച സ്ഥലത്ത് വന്നതെന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു. വരുന്നു പോകുന്നു. സത്യത്തിൽ ഇവരൊക്കെ ആരാ? എന്താ ഇവരുടെ ഉദ്ദേശം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടാ, നീ ഇവിടെ എന്തോ കുത്തിക്കൊണ്ടിരിക്കുവാണ്. ആ ശൈലുനെ വിളിക്കടാവേ. ഇപ്പൊ വരൂ എന്റെ പൊന്നപ്പാപ്പ, അവിടെ ഇരിക്കി. ശൈലു, വേഗം വാ കൊച്ചേ. അലമ്പുണ്ടാക്കല്ലേ, അവിടെ ഇരിക്കി. ഇരിക്കാൻ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവിടെ ഇരിക്കി. ഇരിക്കാൻ ഒന്ന് ഇരിക്കി ചേട്ടാ. എന്റെ പൊന്നി ചേട്ടാ, ആൾക്കാരൊക്കെ ആകെ അലമ്പായി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നില്ലട്ടാ. ശൈലു ഇങ്ങനെ ആർക്കോ വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ ജനങ്ങളാകെ പ്രശ്നം ഉണ്ടാക്കുന്ന ഉറപ്പാണ്. നോ നോ, ഈ ശൈലുവിന്റെ സ്റ്റൈലും മാറില്ല, വാക്കും മാറാൻ പോകുന്നില്ല.